നമ്മുടെ യാത്ര ഹൈദരാബാദിലെ പ്രസിദ്ധമായ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. ഹൈദരാബാദിലെ കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻമാരുടെ കേന്ദ്രമായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട്. ഒരു കോട്ടയും തകർന്ന ഒരു നഗരവും കൂടിയാണിത്. എണ്ണൂറ് വർഷത്തെ ചരിത്രമുണ്ട് ഗോൽക്കൊണ്ട ഫോർട്ടിന്. 11ാം നൂറ്റാണ്ടിൽ കാകതീയ ഭരണാധികാരിയായിരുന്ന പ്രതാപരുദ്ര മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണിത്. പിന്നീട് കുത്തബ് ഷാഹി സാമ്രാജ്യത്തിലെ സുൽത്താൻ മുഹമ്മദ് ഖുലി ഒരു കോട്ടയായി വികസിപ്പിക്കുകയും അവരുടെ സുൽത്താനേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. പ്രസിദ്ധമായ കൊഹിനൂർ വജ്രം സൂക്ഷിച്ചിരുന്ന നിലവറ ഈ കോട്ടയിലായിരുന്നു. അക്കാലത്ത് ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരേയൊരു വജ്രഖനി ഇന്ത്യയിലെ ഗോൽക്കൊണ്ടയിലായിരുന്നു. കൊഹിനൂർ വജ്രം ഉൾപ്പെടെ പ്രശസ്തമായ പല വജ്രങ്ങളും ഗോൽക്കൊണ്ടയിലെ ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്തതായി വിശ്വസിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിന് ശേഷം ഗോൽക്കൊണ്ട എന്ന പദം സമ്പന്നമായ ഖനികളെയും സമ്പത്തിന്റെ വലിയ സ്രോതസ്സിനെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചു. ഇപ്പോൾ ഇതൊരു തകർന്ന കോട്ടയാണെങ്കിലും ഒരു കാലത്ത് സമ്പത്തിന്റെ മറ്റൊരു പര്യായമായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില സമ്പന്നമായ പ്രദേശങ്ങൾ ഇപ്പോഴും ഗോൽക്കൊണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഈ കോട്ടയിൽ അതിശയിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. 10 കിലോമീറ്റർ നീളത്തിൽ പുറംഭിത്തിയുള്ള 4 വ്യത്യസ്ത കോട്ടകൾ ഇതിലുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ അമ്പലങ്ങൾ, പള്ളികൾ, വലിയ ഹാളുകൾ, ഒട്ടകത്തൊഴുത്തുകളൊക്കെയുണ്ട്. ഇവിടെ ഒരു താഴികക്കുടത്തിന്റെ താഴെ നിന്ന് കൈകൊട്ടിയാൽ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള കോട്ടയുടെ ഏറ്റവും ഉയർന്ന പവലിയനിൽ അത് വ്യക്തമായി പ്രതിധ്വനിക്കുന്നുണ്ട്. വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഇതൊരു മുന്നറിയിപ്പായി പ്രവർത്തിച്ചിരുന്നു. ഒരു കൈ കൊട്ടിയാൽ രാജാവ് വരുന്നു, 2 തവണ കൈ കൊട്ടിയാൽ അതിഥികൾ വരുന്നു, 3 തവണ കൈ കൊട്ടിയാൽ ശത്രുക്കൾ വരുന്നു. ഇങ്ങനെയായിരുന്നു മുന്നറിയിപ്പുകൾ. ഇതോടൊപ്പം ഈ കോട്ടയ്ക്കുള്ളിലെ ഭിത്തികൾക്കും പ്രത്യേകതയുണ്ട്. ഒരു ഭിത്തിയോട് ചേർന്ന് പതുക്കെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലും എതിർവശത്ത് നിൽക്കുന്ന ഭിത്തിയിൽ അത് പ്രതിഫലിക്കും. ഈ കൗതുകങ്ങളൊക്കെ പരീക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെയെല്ലാം. ഞങ്ങളെ പേടിപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇവിടെയുള്ള വവ്വാലുകളുടെ കൂട്ടമായിരുന്നു. കോട്ടയ്ക്കുള്ളിലെ പല മുറികളും വെളിച്ചം പോലും കയറാതെ അടഞ്ഞു കിടക്കുകയാണ്. ഇതിലെ ചില മുറികളുടെ മുകൾ ഭാഗം മുഴുവനായും വവ്വാലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ രൂക്ഷഗന്ധവും ഇരുട്ടും അവയുടെ ശബ്ദവും ചിറകടികളും എല്ലാം ഒരു ഡ്രാക്കുള കോട്ടയുടെ പ്രതീതി നമുക്ക് സമ്മാനിക്കും. ഈ മുറികളിൽ ഇപ്പോഴും പ്രവേശിക്കാൻ പറ്റാത്ത വിധം വവ്വാലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ അഭാവം മൂലം ഇവയൊന്നും കൃത്യമായി ക്യാമറയിൽ പകർത്താൻ നമുക്ക് സാധിക്കില്ല. മണിക്കൂറെങ്കിലും വേണം ഈ കോട്ട മുഴുവനായും കണ്ടു തീർക്കാനായി. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഹൈദരാബാദ് നഗരത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ച നമുക്ക് ലഭ്യമാണ്. ₹25 ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. ഉച്ചയ്ക്ക് ശേഷം കോട്ട സന്ദർശിക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. കാരണം കോട്ട സന്ദർശനത്തിന് ശേഷം വൈകിട്ട് 6:30
കോട്ടയുടെ ചരിത്രത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെയുണ്ട്. 130 രൂപയാണ് അതിൻ്റെ ഫീസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചരിത്രം നമ്മൾ കാണുന്നത് വെറും ഒരു സ്ക്രീനിലല്ല, ഈ കോട്ട തന്നെയാണ് അതിൻ്റെ സ്ക്രീൻ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് 45 മിനിറ്റ് നീളുന്ന ഈ ചരിത്രാവിഷ്കാരം. King Prataprudra hereby decree the further fortification of Golconda Fort. After fortification, this fort will undoubtedly keep us safe from attacks on the Devagiri side, empowering us to fend off our enemies. സാക്ഷിയായ നിരവധി സംഭവങ്ങൾ, ഓരോ രാജവംശങ്ങളുടെയും അധപതനവും ഉയർത്തെഴുന്നേൽപ്പും. ഒരു കാലത്ത് വജ്രങ്ങളാലും മറ്റും സമ്പന്നമായിരുന്ന ഒരു നഗരത്തിന്റെ തകർച്ച, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഇന്നത്തെ ഹൈദരാബാദ്, ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ഗോൽക്കൊണ്ട ഫോർട്ട്.